വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ്. മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി. ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഇപ്പോൾ തന്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ്. നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. സമീപകാലത്ത് സിനിമകളിൽ നിന്ന് വിട്ടുനിന്നുവെങ്കിലും വീണ്ടും സജീവമായി ദിലീപിന്റെ പുതിയ സിനിമ വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ പവി കെയർ ടേക്കർ എന്ന സിനിമയാണ്. പവി കെയർ ടേക്കറിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ അടുത്തിടെയുണ്ടായ ഒരു വിവാദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിലീപ്. അടുത്തിടെയാണ് മീര ജാസ്മിന്റെ അച്ഛന്റെ മരണ വീട്ടിൽ നിന്ന് ആരാധകനൊപ്പം സെൽഫി എടുക്കുന്ന വീഡിയോ ആണ് ചർച്ചയായത്. താൻ അങ്ങനെ വീടിന്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലല്ലോ എന്നും ഒരാൾ നമ്മളോട് ഫോട്ടോ എടുക്കാനായി വരുമ്പോൾ തനിക്ക് നോ പറയാൻ ബുദ്ധിമുട്ടാണെന്നും ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞു. ഇന്ത്യൻ സിനിമാ ഗാലറിക്ക് നൽകിയ അഭിമുഖത്തിൽ ചോദിച്ച ചോദ്യത്തോട് മറുപടി പറയുകയായിരുന്നു ദിലീപ്. രണ്ട് യുവാക്കൾ ദിലീപിനൊപ്പം സെൽഫി എടുക്കാൻ വരുന്നതും എടുക്കുന്നതുമായിരുന്നു വീഡിയോ. എന്നാൽ ഇത് വൈറലാവുകയും നടനെതിരെയും സെൽഫി എടുക്കാൻ വന്നവർക്കെതിരെയും സൈബർ അറ്റാക്ക് ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ ചോദിച്ച ചോദ്യത്തോട് മറുപടി പറയുകയായിരുന്നു ദിലീപ്. ഒരു മരണ വീട്ടിലേക്ക് സെൽഫി ആയിട്ട് അങ്ങനെ മുതിർന്ന ഒരാൾ ആദ്യം വരാൻ പാടില്ലായിരുന്നു. എന്റെ മുന്നിലേക്ക് ഒരാൾ ഒരു കാര്യവുമായി വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നോ പറയാറില്ല. ചില സമയത്ത്, അതായത് ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ പുറത്തുനിന്ന് എടുക്കാം എന്നാണ് പറയാറുള്ളതെന്ന് ദിലീപ് പറയുന്നു. ഇതെന്താ അങ്ങനെ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. എന്റെ ഓർമ്മയിൽ ഇതില്ല. ഇപ്പോൾ പറയുമ്പോഴാണ് സൈബർ അറ്റാക്ക് ഉണ്ടായെന്ന് വരെ അറിയുന്നത്. മീര ജാസ്മിന്റെ വീട് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട് പോലെയാണ്. അവരുടെ ഡാഡി എന്ന് പറയുന്നത് നമ്മളുമായി അത്ര ക്ലോസ് ആയിരുന്നു. ഫോട്ടോ എടുത്ത പയ്യന്മാർക്ക് എതിരെ ഉണ്ടായ വിമർശനത്തിൽ ഞാൻ എന്ത് ചെയ്യാനാണെന്നും ദിലീപ് പറയുന്നു. ഞാൻ പ്രേക്ഷകരോട് അത്രയും കമ്മിറ്റഡ് ആണ്. എനിക്കൊരു രണ്ടാം ജന്മം തന്നത് അവരാണ്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു മതിൽക്കെട്ടും ഇല്ലാതെ ഓടി വന്ന് സംസാരിക്കാൻ പെട്ടെന്ന് ലഭ്യമായ ഒരാളാണ് ഞാൻ. അവിടെ ആൾക്കാരെ തടയുമ്പോൾ മാറ് എന്ന് പറയാൻ കാരണം അവർ അവരുടെ സമയം മാറ്റിവെച്ചിട്ടാണ് എനിക്ക് വേണ്ടി അവർ കാത്തു നിൽക്കുന്നത്. ആ ഒരു മര്യാദ ഞാൻ അവരോട് കാണിക്കണ്ടേ? ഈ കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടേയില്ല. ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറുമില്ല, നോക്കാറുമില്ല. അതൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സമയം ഇത് വഴി പോകും. മാത്രമല്ല ബഹുജനം പലവിധം എന്നല്ലേ എന്നും ദിലീപ് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് താരത്തിന്റെ പവി കെയർ ടേക്കർ എന്ന പുതിയ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. അയാൾ ഞാനല്ല, ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പവി കെയർ ടേക്കർ.